سبحانك إنك لا تخلف الميعاد. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدًا عبده ورسوله صفيه وخليله تركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك. اللهم صل وسلم وبارك على عبدك ورسولك نبينا محمد وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الإخوة المؤمنون أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنك ميت وإنهم ميتون ثم إنكم يوم القيامة عند ربكم تختصمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള ആദരണീയരായ എൻ്റെ പിരിസത്തിലെ സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും റബ്ബുൽ ആലമീനായിരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ വിധിവിലക്കുകളും അവൻ്റെ ഓരോ ആജ്ഞാനിർദ്ദേശങ്ങളും നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെല്ലാവരെയും ആദ്യമായി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പടച്ച തമ്പുരാൻ അവൻ്റെ ഈ ഭവനിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ പരലോകത്ത് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കാലാകാലം ഒരുമിച്ച് കൂടുവാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, ലോക ഗുരു, ചരിത്ര മഹാപുരുഷൻ, പ്രവാചക ശൃംഖലയുടെ അവസാനത്തെ കണ്ണിയായിട്ടിക്കരെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് നമ്മെ വിട്ടുപിരിഞ്ഞ ഒരു മാസത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിൽ പ്രവാചകരെ വഫാത്തുമായി ബന്ധപ്പെട്ട്, മരണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചൊല്ലുന്നു: വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ് അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ.
വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ്, ഓ പ്രവാചകരെ നിങ്ങൾക്ക് മുന്നുള്ള ഒരു മനുഷ്യനുകും ഈ ദുന്യാവിൽ ശാശ്വതമായി ജീവിക്കൊണ്ടുള്ള ഒരു അവസരം നാം ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ നാം ഒരു മനുഷ്യനുക്കും നൽകിയിട്ടില്ല. അനശ്വരത്തെ എന്ന് ചൊല്ലുന്ന ഒരു സംഗതി, മരിക്കാതെ ഇരിക്കരെ അമരത്തോണ്ട് ചൊല്ലുന്ന ഒരു സംഗതി, കാലാകാലം ഹമേശകി ജീവിതം, അത് ഒരു മനുഷ്യനുക്കും നാം ഈ ലോകത്ത് നൽകിയിട്ടില്ല. അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ, ഇനി താങ്കൾ മരിച്ചെങ്കിൽ അല്ലെങ്കിൽ താങ്കൾ മരിക്കുന്നവരാണെങ്കിൽ മറ്റു മനുഷ്യന്മാരുണ്ടോ ഇവിടെ ജീവിക്കുന്നത് കാലാകാലം? ഒരിക്കലുമില്ല. ഒരു കവി ചൊന്നതുപോലെ, ലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദിൻ, ഈ ദുനിയാവിൽ അല്ലാഹു തആല ആർക്കെങ്കിലും ഒരു അനശ്വരത്തെ, ഒരു ശാശ്വതമായിട്ടിക്കര ഒരു ജീവിതം അല്ലാഹു തആല കൊടുക്കുമായിരുന്നുവെങ്കിൽ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ, അത് അല്ലാഹുവിൻ്റെ റസൂലാകുമായിരുന്നു ഇവിടെ അനശ്വരമായിട്ട് ശാശ്വതമായിട്ട് ഇവിടെ ജീവിക്കേണ്ടിയിരുന്ന ആൾ. അങ്ങനെയുള്ള അല്ലാഹുവിൻ്റെ റസൂല് ഈ ലോകത്തോട് വിട പറഞ്ഞതായിരിക്കുന്ന ഒരു മാസമായിട്ടിക്കർ. നമുക്കറിയാം, കേരളത്തിലും കർണാടകയിലെ പല പള്ളികളിലും ഈ മാസത്തിൽ, പ്രത്യേകിച്ചും ഇണ്ടത്തെ ദിവസം ഈ ഖുത്ബയിൽ ഓതപ്പെടുന്ന അറബി ഖുത്ബയാകുന്ന ഇബ്നു നബാത്തത്തുൽ മിസ്രി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മഹാനുണ്ടാക്കിയ ഖുത്ബയാണല്ലോ കേരളത്തിലെയും കർണാടകയിലെയും പല സമസ്ത പള്ളികളുടെ മിമ്പറുകളിൽ ഓതപ്പെടുന്നത്. അങ്ങനെ ഇണ്ടത്തെ ദിവസം ഓതപ്പെടുന്ന ആ ഖുത്ബയിൽ പരാമർശിക്കപ്പെടുന്നത്, പ്രസ്താവിക്കപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തെക്കുറിച്ചല്ല, റസൂലുള്ളാഹിന്റെ ജനനത്തെക്കുറിച്ചല്ല, മറിച്ച് പ്രവാചി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെക്കുറിച്ചുള്ള പരാമർശമാണ്. ഓരോ സമസ്തയുടെ മിമ്പറുകളിലും ഇബ്നു നബാത്തത്തുൽ മിസ്രിയ ഓതുന്ന ഖുത്ബകളിൽ പരാമർശിക്കപ്പെടുന്നത്, അവിടെയുള്ള ഉസ്താദന്മാർ ഓതുന്നത് എന്ന് നാം തിരിച്ചറിയണം. ആ ഖുത്ബയുടെ ഭാഗം ഇങ്ങനെയാണ്: അയ്യുഹന്നാസ് ഉസീക്കും അവലം ബിതഖ്വല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഖുത്ബ തുടങ്ങുകയാണ്. എന്നിട്ട് ആ ഖുത്ബയിൽ ചൊല്ലുന്ന കാര്യം നോക്കണം. ഫീ മിസ്ലി ശഹരിക്കും ഹാദാ, ഫീ മിസ്ലി ശഹരിക്കും ഹാദാ, ഇതുപോലത്തെ ഒരു മാസത്തിലായിട്ടിക്കറ്, ഇതുപോലത്തെ ഒരു റബീഉൽ അവ്വൽ മാസത്തിലായിട്ടിക്കറ്, നമ്മുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണയായിട്ടിക്കറ് ലോകഗുരുവായ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ വിട്ടുപിരിഞ്ഞത് ഇതുപോലത്തെ ഒരു മാസത്തിലായിട്ടിക്കറിട്ട് ആ ഖുത്ബയിൽ കാണാം. വളരെ വേദനയോട് കൂടിയാണ് ആ ഖുത്ബയിൽ അദ്ദേഹം പരാമർശിക്കുന്നത്. പക്ഷേ ഓതുന്ന ഉസ്താദന്മാർക്ക് ആ വേദനയുണ്ടോ എന്ന് നമുക്കറിയുകയില്ല. പക്ഷേ അത് എഴുതിയതായിരിക്കുന്ന ആ വ്യക്തിക്ക് വല്ലാത്ത വേദനയുണ്ട്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ആ വേർപാടിന് അദ്ദേഹം അവിടെ വിവരിക്കുമ്പോൾ അതിൽ അദ്ദേഹം പരാമർശിക്കുന്ന രംഗം ഇങ്ങനെയാണ്: ആ റസൂലിന്റെ റൂഹ് പിടിക്കാൻ മാലാഖാന്മാർ വരുന്ന ആ രംഗം അതിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അങ്ങനെ ആ പരിശുദ്ധമായ ശരീരത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ നിന്നിട്ട് പ്രവാചകന്റെ പരിശുദ്ധമായ റൂഹിനെ അവർ പിടിച്ചെടുക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്ര കഠിനമായ വേദനയാണ് ഉണ്ടായത്. അല്ലാഹുവിന്റെ റസൂൽ വേദന കൊണ്ട് പൊളയുകയാണ്. എന്നിട്ട് ആ ഖുത്ബയിൽ കാണാം: ഫഅദന റസൂലുള്ളാഹി ബിൽ ഫിറാഖ്, അല്ലാഹുവിന്റെ റസൂല് വേർപാട് താൻ ഈ ലോകത്തോട് വിട പറയുന്നു എന്ന കാര്യം തൻ്റെ കുടുംബത്തെ അറിയിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മക്കളെ അറിയിക്കുകയാണ്, അവിടുത്തെ പേരമക്കളെ അറിയിക്കുകയാണ്. തൻ്റെ പ്രിയ പുത്നിയായ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ പ്രവാചകന്റെ സന്നിധിയിലുണ്ടായിരുന്നു. പ്രവാചകന്റെ റൂഹിനെ പിടിക്കുന്ന മലാക്കമാർ പിടിക്കുന്ന സന്ദർഭത്തിൽ വേദന കൊണ്ട് പൊളയുമ്പോ ആ ഫാത്തിമ ബീവിയുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ ആ ഖുത്ബയിൽ കാണാം:
എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹാ അവിടുന്ന് പറയുകയാണ്. എൻ്റെ ഉപ്പാന്റെ വേദനയെ, നിന്റെ അബ്ബാന്റെ വേദനയെ എന്ന് പറയുമ്പോൾ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകളായ ഫാത്തിമയോട് പറയുകയാണ്, മോളെ ഫാത്തിമ, കരയല്ലേ, വേദനിക്കല്ലേ. ലാ കർബ അലാ അബീകി ബഅദൽ യൗം. നിന്റെ വാപ്പായുടെ, നിന്റെ ഉപ്പാന്റെ വേദനയുടെ നാളുകൾ ഇതാ അവസാനിക്കാൻ പോവുകയാണ്. ഈ ദിവസത്തിന് ശേഷം, ഈ റബീഉൽ അവ്വൽ 12 ശേഷം ഇനി നിന്റെ അബ്ബാക്ക് വേദനയില്ല, ദുഃഖമില്ല, സന്തോഷത്തിന്റെ, സുഖത്തിന്റെ ലോകത്തേക്കാണ് മോളെ ഫാത്തിമ നിന്റെ അബ്ബ പോകുന്നത് എന്ന് അദ്ദേഹം ആ ഖുത്ബയിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വഫാത്തിന്റെ ആ സക്കറാത്ത് വേദനയുടെ രംഗമിങ്ങനെ വിവരിച്ചും കൊണ്ട് അദ്ദേഹം ഒരു ചോദ്യം രൂപത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ഖുത്ബയിൽ. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം വളരെ വളരെ വൈകാരികമായ നിലക്ക്, വളരെ ഇമോഷണലായ നിലക്ക് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മനുഷ്യരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വിയോഗത്തിൽ കരയാതിരിക്കാൻ, ദുഃഖിക്കാതിരിക്കാൻ ആർക്കാണ് കഴിയുക? അല്ലാഹുവിന്റെ റസൂലിന്റെ വിയോഗത്തിൽ ദുഃഖിക്കാതിരിക്കാൻ ആർക്കാണ് കഴിയുക? അല്ലാഹുവിന്റെ റസൂലിന്റെ വേർപാടിൽ ജോറായിട്ട് ബുൾപുടാതിരിക്കാൻ ആർക്കാണ് കഴിയുക എന്ന് അദ്ദേഹം ചോദിക്കുന്നു. വഅയ്യു ഹുസ്നിൻ ലിഫഖദിഹി മത്തസഅ, വഅയ്യു ഹുസ്നിൻ ലിഫഖദിഹി മത്തസഅ, വഅയ്യു തറഫിൻ അലൈഹി മാ ദമഅ. മനസ്സിലായില്ലേ? റസൂലിന്റെ വേർപാടിൽ ദുഃഖിക്കാതിരിക്കാൻ ഏത് കണ്ണിനാണ് സാധിക്കുക? എന്നിട്ട് അദ്ദേഹം ഒരുപാട് അഡ്വൈസുകൾ, ഉപദേശങ്ങളൊക്കെ നൽകി ആ ഖുത്ബ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിന്റെ ഈ ആയത്ത് കൊടുത്തിട്ടാണ്. ഏതാണ് ആ ആയത്ത്? ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. ഞാൻ ആദ്യം ആമുഖമായി ഓതിവെച്ച ആയത്താണ്. ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. പ്രവാചകരെ, താങ്കൾ മരിക്കേണ്ട ആളാണ്, താങ്കൾ മരിക്കേണ്ട ആളാണ്, താങ്കൾ മരിക്കുന്ന ആളാണ്, മരിക്കേണ്ട ആളാണ്. വ ഇന്നഹും ലമയ്യിതൂൻ. മറ്റു ജനങ്ങളും മരിക്കുന്നവരാകുന്നു, മറ്റു ജനങ്ങളും മരിക്കുന്നവരാകുന്നു. താങ്കളും മരിക്കേണ്ട ആളാണ്, കാരണം താങ്കളും അവരെ പോലത്തെ ഒരു മനുഷ്യനാണ്. ഇനി എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ചുള്ള വിഷയമാണ് ഇന്നത്തെ ഖുത്ബയിൽ ഇബ്നു നബാത്തത്തുൽ മിസ്രിയയിൽ പറയുന്നതെങ്കിൽ നാം ഇന്ന് അത്രയും പള്ളികളിൽ കാണുന്നത് എന്താണ്? നാം അത്തരം പള്ളികളിൽ കാണുന്നത് എന്താണ്? അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജനനം, ആ ജനനത്തിൽ സന്തോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല പുതിയ പുതിയ നവീനമായ പുതിയ പുതിയ ആചാരങ്ങളാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലേ പ്രിയമുള്ളവരെ, ആ പള്ളികളിൽ, അത്തരം പള്ളികളിൽ നിന്നിട്ട് നാം കേൾക്കുന്നത് റസൂലുള്ളാഹിന്റെ മദ്ഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ റബീഉൽ അവ്വൽ മാസത്തിന് ഒരു പ്രത്യേകമായ ഒരു പുണ്യം കൽപ്പിച്ചു എന്ന് മാത്രമല്ല, റബീഉൽ അവ്വൽ 12 പ്രവാചകന്റെ ജന്മദിനമാണെന്ന് പറഞ്ഞും കൊണ്ട് പല പുണ്യകർമ്മങ്ങൾ, പുതിയ പുതിയ ഇബാദത്തുകൾ, പ്രവാചകന്റെ മദ്ഹുകളൊക്കെ പറയുന്നത് ഇത് അല്ലാഹുവിന്റെ ദീനിൽ പുതിയ നിയമമുണ്ടാക്കലാണ് എന്ന് മാത്രമല്ല, അത്തരം മൗലൂദുകളിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച തൗഹീദിന് വിരുദ്ധമായ വാക്കുകളാണുള്ളത്. ഉദാഹരണത്തിന് 1-2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. നമുക്കറിയാം, ഈ റബീഉൽ അവ്വൽ മാസത്തിൽ പല പള്ളികളിലും നാം കേൾക്കുന്ന ഒരു മൗലൂദാണ് മങ്കൂസ് മൗലിദ്. എല്ലാവർക്കും പരിചയമുള്ള മൗലിദുകളായിരിക്കും, കാരണം ഒരു കാലത്ത് നമ്മളൊക്കെ അത് പറഞ്ഞിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും ആ മൗലിദ്. പ്രിയമുള്ളവർ, എത്രത്തോളം അപകടകരമായ മൗലിദാണ് നിങ്ങൾ മനസ്സിലാക്കണം. ആ മങ്കൂസ് മൗലിദ് തുടങ്ങുന്നത് തന്നെ പരിശുദ്ധമായ ഇസ്ലാമിക ശരീഅത്തിന് എതിരായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ആ മങ്കൂസ് മൗലിദ് തുടങ്ങുന്നത് തന്നെ നിങ്ങൾ നോക്ക്. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഅൗജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും റസൂലുള്ളാഹിന്റെ മദ്ഹ് എന്ന്. എൻ്റെ പ്രിയമുള്ളവർ, എത്രത്തോളം ഗുരുതരമായ വാക്കാണ്. എന്താണ് ആ മൗലിദിന്റെ തുടക്കം? ആ മൗലിദിൽ പറയുന്നത് എന്താണ്? ഈ ലോകത്തെ പടക്കുന്നതിന് മുമ്പ്,
ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുടെ പ്രകാശമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അല്ലാഹു തആല നബിയുടെ പ്രകാശമാണ് സൃഷ്ടിച്ചത് എന്നാണ് മൗലിദിൽ പറയുന്നത്. എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? ഒരു ഹദീസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിറിനെ വിളിച്ചിട്ട് പറയുന്ന ഒരു ഹദീസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. യാ ജാബിർ അവ്വലു മാ ഖലഖല്ലാഹ് നൂറ നബിയിക യാ ജാബിർ, നൂറ നബിയിക യാ ജാബിർ, ജാബിറെ അല്ലാഹ് ആദ്യമായി പടച്ചത് നിന്റെ നബിയുടെ പ്രകാശമാണ് എന്നത് പണ്ഡിത ലോകം മുഹദ്ദിസീങ്ങൾ പറഞ്ഞു. ഹാദൽ ഹദീസ് മൗളൂ ലിഅന്നഹു മുഖാലിഫുൻ ലിനസ്സി സ്വഹീഹ്. ഈ ഹദീസ് മൗളൂആണ്. മനസ്സിലാക്കണം, പണ്ഡിത ലോകം മുഹദ്ദിസീങ്ങൾ പറയുന്നത് ഒരു ദഈഫ് പോലുമല്ല, ഒരു ദഈഫിന്റെ സ്ഥാനം പോലും ആ ഹദീസിനില്ല. ആ ഹദീസ് കള്ള ഹദീസാണ്, അത് മൗളൂആയ ഹദീസാണ്. ഏതോ ഒരു മനുഷ്യൻ അവന്റെ തൊള്ളയിലൂടെ തട്ടിവിട്ട ഹദീസ് അത് മൗലിദുകാരൻ അവന്റെ കിതാബിൽ കൊടുക്കുകയാണ്. എന്തുകൊണ്ടത് കള്ള ഹദീസ് എന്ന് പറയുന്നത്? അത് പരിശുദ്ധ ഖുർആനിന് എതിരാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? പ്രകാശമെന്നാണോ? അല്ലാഹുവിന്റെ റസൂലിനെ പ്രകാശം കൊണ്ടാണോ പടക്കപ്പെട്ടതല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഫിത്രത്ത് ഏതാ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകൃതി ഏതാ? പരിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ അല്ലാഹുവിന്റെ റസൂൽ മനുഷ്യ പ്രകൃതിയാണ്. അല്ലാഹുവിന്റെ റസൂൽ മനുഷ്യ പ്രകൃതിയാണ്, പ്രകാശത്തിന്റെ പ്രകൃതിയല്ല. പ്രകാശം കൊണ്ട് ആരെയാ പടച്ചിട്ടുള്ളത്? ഖുലിഖത്തിൽ മലായികതു മിൻ നൂർ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖുലിഖത്തിൽ മലായികതു മിൻ നൂർ. മലക്കുകളെയാണ് പ്രകാശം കൊണ്ട് പടച്ചിട്ടുള്ളത്. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിത്രത്ത് പ്രകാശമല്ല. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും. പറയുക പ്രവാചകരെ, അല്ലാഹു പറയുന്നു, പറയുക പ്രവാചകരെ, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണ്, ഞാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണ്. നിങ്ങളെപ്പോലെ തിന്നുന്നവനാണ് ഞാൻ, നിങ്ങളെപ്പോലെ കുടിക്കുന്നവനാണ് ഞാൻ, നിങ്ങളെപ്പോലെ അങ്ങാടിയിലൂടെ നടക്കുന്നവനാണ് ഞാൻ, നിങ്ങളെപ്പോലെ വിവാഹ ജീവിതത്തിൽ ഏർപ്പെടുന്നവനാണ് ഞാൻ. മനുഷ്യപ്രകൃതിയാണ്. എന്താണ് മനുഷ്യപ്രകൃതി? ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറാ ഫജഅലഹു നസബൻ വസിഹ്റാ വകാന റബ്ബുക ഖദീറാ. വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറാ. അല്ലാഹുവാകുന്നു മനുഷ്യനെ വെള്ളത്തിൽ നിന്ന് പടച്ചത്. വെള്ളമെന്ന് പറഞ്ഞാൽ ബീജമാണ്. ആണ് ബീജം, സ്ത്രീ ബീജം, പുരുഷ ബീജം, മെയിൽ ഗാമേറ്റ്, ഫീമെയിൽ ഗാമേറ്റ് എന്ന് ശാസ്ത്രീയമായി പറയുന്ന ആ ബീജത്തിൽ നിന്നിട്ടാണ് മനുഷ്യന്റെ പടപ്പ്, മനുഷ്യന്റെ സൃഷ്ടിപ്പ്. മനസ്സിലായില്ലേ? ബീജത്തിൽ നിന്നാണ്. അപ്പൊ ആ മനുഷ്യ പ്രകൃതിയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറയുകയാണ്, പറയൂ നബിയെ ഞാൻ മനുഷ്യനാണ്. അതേ അബ്ദുള്ള ആമിന ദമ്പതിയിൽ നിന്ന് അവർ പരസ്പരം സമ്പർക്കത്തിലൂടെ അവർ ബന്ധപ്പെട്ടുകൊണ്ട് ആ ബീജത്തിൽ നിന്നുണ്ടായതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മൗലിദുകാരൻ പറയുന്നത് എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പ്രകാശത്താൽ പടക്കപ്പെട്ടു, അതാണ് ആദ്യമായി പടക്കപ്പെട്ടത് എന്നത് ഇത് സ്വഹീഹായ ഹദീസിനും എതിരായ കാര്യമാണ്. തീർന്നു അബദ്ധങ്ങൾ. ഇല്ല പ്രിയമുള്ളവരെ, ഈ റബീഉൽ മാസത്തിൽ എന്തെല്ലാമാണ് പ്രവാചകന്റെ മദ്ഹ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാമാണ് ഇവിടെ ഓതി കേൾപ്പിക്കുന്നത്. മൈക്ക് കെട്ടി, സ്പീക്കർ കെട്ടി എന്തെല്ലാമാണ് പള്ളികളിൽ നിന്നിട്ട് വിളിച്ചോതുന്നത്. നിങ്ങൾ നോക്ക്, മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം നമുക്ക് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞു തരുന്നുണ്ട്. അവരുടെ വിശ്വാസം എങ്ങനെയായിരുന്നു? അല്ലാഹുവിനെ സംബന്ധിച്ച് വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ഓ പ്രവാചകരെ, അവരോട് ആകാശഭൂമിയെ സൃഷ്ടിച്ചത് ആരാണ് എന്നവരോട് ചോദിച്ചാൽ അവർ പറയുക തന്നെ ചെയ്യും, അല്ലാഹുവാൻ. പറയൂ നബി, അൽഹംദുലില്ലാഹ്. അത്രയെങ്കിലും അവർ പറഞ്ഞല്ലോ. അല്ലാഹുവിന് സ്തുതി. ഖുർആനാണ്, സൂറത്തുൽ ലുഖ്മാനിൽ കാണാം. വീണ്ടും അല്ലാഹു തആല മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, വലയിൻ സഅൽതഹും മൻ ഖലഖഹും.
അവരെ ആരാണ് പടച്ചത് എന്ന് ചോദിച്ചാലും അവരുടെ ഉത്തരം അല്ലാഹുവാകുന്നു. ഭൂമിയെയും അതേപോലെ ആകാശത്തെയും എല്ലാം പടച്ചത് അത് അല്ലാഹുവാകുന്നു. എന്നാൽ റബീഉൽ അവ്വൽ മാസത്തിൽ ആലാപനം ചെയ്യുന്ന പാടുന്ന ബുറുദ എന്ന് പറയുന്ന ബുറുദാസ്വാദനമുണ്ടല്ലോ, ഇമാം ബൂസൂരിയുടെ ബുറുദ. ബുറുദയിൽ പറയുന്ന വാക്കുകളൊന്ന് നിങ്ങൾ കേട്ടു നോക്ക്. وَإِنَّ مِنْ جُودِكَ الدُّنْيَا وَضَرَّتَهَا وَمِنْ عُلُومِكَ عِلْمَ اللَّوْحِ وَالْقَلَمِ. അള്ളാഹുവിന്റെ റസൂലിനെ പറ്റിയാണ് ഇത് പറയുന്നതെന്ന് മനസ്സിലാക്കണം. കേൾക്കുമ്പോൾ വല്ലാത്ത സുഖം തോന്നും, ആനന്ദം തോന്നും, ആസ്വാദനം തോന്നും. കാരണം ബുറുദ ആസ്വാദനം എന്നാണ് അവർ പറയുന്നത്. ആസ്വദിക്കുക, നിങ്ങൾ ആസ്വദിക്കും കേട്ടും കൊണ്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ്. വാസ്തവത്തിൽ ഇത് മദ്ഹാണോ പ്രിയമുള്ള എത്ര ഗുരുതരമാണ്. കേൾക്കുമ്പോൾ ഇതറിയില്ല, ഈണത്തിൽ രാഗത്തിൽ പാടുമ്പോൾ ഇതറിയില്ല. ഈണത്തിൽ ഇങ്ങനെ ഒരു പാടി കേൾപ്പിക്കുമ്പോൾ ഇത് റസൂലുള്ളാഹിന്റെ മദ്ഹാണ്, നല്ലതാണ്. എന്തിനെയാണ് ഇതിന് എതിർക്കേണ്ടത്? ഓ ഇന്ന മിൻജൂദിക ദുനിയാ വറതഹാ ومن علومك علم اللوح والقلم. റബീഉൽ അവ്വൽ 12 മറ്റുമെല്ലാം കേൾക്കുന്ന വരികളാണ്. എന്താണ് ഇതിൽ പറയുന്നത്? അതിന്റെ അർത്ഥം നിങ്ങളൊന്ന് മനസ്സിലാക്കൂ പ്രിയമുള്ളവരെ. എന്നിട്ട് അല്ലാഹുവിന്റെ ആയത്തുകളൊന്ന് ചിന്തിച്ചു നോക്ക്. എന്താണ് ഇതിൽ പറയുന്നത്? ഓ പ്രവാചകരെ, ഇന്ന മിൻ ജൂദിക ദുനിയാ വളറതഹാ. ഈ ദുനിയാവും ഈ ദുനിയാവിനെ പട്ടികയുള്ള ആഖിറവും അത് നിങ്ങളുടെ ഔദാര്യമാണ് നബിയേ. ചിന്തിക്കണം എൻ്റെ പ്രിയമുള്ളവരെ. ഒരു സാധാരണ മനുഷ്യൻ പോലും ഇസ്ലാമിലേക്ക് കടന്നു വന്ന, ഇസ്ലാമിനെ പറ്റി കൂടുതലൊന്നും പഠിക്കാത്ത ഒരു സാധാരണ മനുഷ്യന് പോലും ഇങ്ങനെ പറയാൻ പറ്റുമോ? ഈ ദുനിയാവ് ആരുടേതാണെന്ന് ഒരു സാധാരണ മനുഷ്യനോട് ചോദിച്ചാലും അവൻ പറയും മേലെയായ റബ്ബിൻ്റെത്, ആഖിറമായതാണ് അല്ലാഹുവിൻ്റെത്. എന്നാൽ ബൂസൂരി എഴുതുന്നത് എന്തിനെ? ആ ബൂസൂരി ബുറുദാണ്ട് ചൊല്ലുന്ന ബുറുദയിൽ ബൂസൂരി എഴുതുന്നത് എന്തിനെ? വഇന്ന മിൻ ജൂദിക ദുനിയാ വളറതഹാ. ഓ പ്രവാചകരെ, നിങ്ങളുടെ ഔദാര്യമാണ്. ജൂദ് കൊണ്ട് ചൊന്നെങ്കിൽ ഔദാര്യം. അള്ളാഹിന്റെ പേരാണ് ജവാദ്. ജവാദും ചൊന്നെങ്കിൽ ചെമ്മ അനുഗ്രഹം ചൊരീരവൻ, ചെമ്മ ഔദാര്യം ചൊരീരവൻ. അതാണ് ഇവിടെ പറയുന്നത്. വഇന്ന മിൻ ജൂദിക നബിയെ, നിങ്ങളുടെ ഔദാര്യമായിട്ട് കറ, നിങ്ങളുടെ അനുഗ്രഹമായിട്ട് കറ അദ്ദുനിയാ വളറതഹാ. ഈ ദുനിയാവും അതിന്റെ ഒട്ടിക ആഖിറവുമെല്ലാം നിങ്ങളുടേതായിട്ട് കറ. വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. സുബ്ഹാനല്ലാഹ്. ലൗഹുൽ മഹ്ഫൂദിന്റെ ഇൽമ് അത് നിങ്ങളുടെ ഇൽമാണ്. എവിടെ എത്തി നിങ്ങൾ? ലൗഹുൽ മഹ്ഫൂദ് അല്ലാഹുവിന്റെ അടുക്കൽ അധികൃത രേഖയാണ്. ചെറുതും വലുതുമായ എല്ലാ കാര്യവും അത് റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട് ലൗഹുൽ മഹ്ഫൂദിൽ. അത് അല്ലാഹു അല്ലാതെ വേറെ ആർക്കും അറിയില്ല. ഒരു മുഖറബായ മലക്കിന് പോലും അതിൻ്റെ അടുക്കൽ സമീപിക്കാൻ സാധിക്കൂല. അത് അല്ലാഹുവിന്റെ അടുക്കലുള്ള അധികൃത രേഖയായിട്ട് ലൗഹുൽ മഹ്ഫൂദ്. ലൗഹുൽ മഹ്ഫൂദിന്റെ അറിവ് ആർക്കൊണ്ടിട്ടാണ് ഇയാൾ ചൊല്ലുന്നത്? ആർക്കൊണ്ടിട്ടാണ് ചൊല്ലുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലൗഹുൽ മഹ്ഫൂദിന്റെ അറിവുണ്ട് ചെന്നെങ്കിൽ പ്രിയമുള്ളവരെ, ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദിന്റെ കത്തിവെക്കലല്ലേ? ചിന്തിച്ചു നോക്കണം നിങ്ങൾ. എത്ര ഗുരുതരമായ വാക്കുകളാണ് പരിശുദ്ധ ഖുർആൻ. നമ്മളൊക്കെ ഓതുന്ന സൂറത്തുൽ ലൈലിൽ കാണാം. വഇന്ന ലനാ ലല്ലാഖിറത വല്ലൂലാ. പടച്ച തമ്പുരാനാണ് ചൊല്ലുന്നത്. വഇന്ന ലനാ ലല്ലാഖിറത വല്ലൂലാ. തീർച്ചയായും ദുനിയാവും ആഖിറവും നമ്മുടേതാണ്. അല്ലാഹു ചൊല്ലുറോ അതിന്റെ ഉടമ നാമാണ്. ദുനിയാവിന്റെ ഉടമ നാമാണ്, ആഖിറത്തിന്റെ ഉടമ നാമാണ്. അതേപോലെ തന്നെ ഫലില്ലാഹിൽ ആഖിറത്തു വല്ലൂലാ. പിന്നൊരു സ്ഥലത്ത് അല്ലാഹു ചൊല്ലുറോ ആഖിറവും ദുനിയാവും അത് അല്ലാഹുവിനുള്ളതാണ്, അല്ലാഹുവിന്റെ മാത്രമാണ്. എന്നാൽ ബൂസൂരിക്കാരൻ ചൊല്ലുന്നത് എന്തിനെ? അത് റസൂലുള്ളാഹിയുടേതാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എത്ര ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ പോലും ജാഗ്രതയോട് കൂടിയാണ് സഹാബത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ അവരുടെ തൗഹീദ് വഴിതെറ്റിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പടിപ്പാട്ടി കൊടുത്തത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സംഭവം മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്നു. അയാൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അയാൾ ഒരു പളക്കച്ചൊന്ത് റസൂലുള്ളാഹിയോട് എന്തിനെ? മാഷാ അല്ലാഹു വശിഅത. മനസ്സിലാക്കണം നിങ്ങൾ, ഈ ഹദീസ് നല്ല പോലെ മനസ്സിലാക്കണം. എന്തിനെ? മാഷാ അല്ലാഹു വശിഅത. നബിയിട്ട് ഇങ്ങനെ പളക്കം പറയുമ്പോൾ അങ്ങനെ ഒരു പളക്ക അയാളെ വായിൽ വന്ന് നബി അല്ലാഹു ഉദ്ദേശിച്ചാൽ പിന്നെ നിങ്ങളും ഉദ്ദേശിച്ചാൽ
ഇത്തരത്തിലുള്ള പളക്കം നമ്മുടെ ഇടയിൽ സാമാന്യമായിട്ട് വരാറുണ്ട്. വിവരമില്ലാത്തവരുടെ ഇടയിൽ അള്ളാഹും റസൂലും വേണ്ടുക വെച്ചാൽ അള്ളാഹു റസൂലും വേണ്ടുക വെച്ചാൽ അള്ളാഹു റസൂലും വേണ്ടുക വെച്ചാലുണ്ട് അല്ലേ? നോക്കണം, അത് ഗുരുതരമായ വാക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെയാണ് ഇങ്ങനെ ചൊല്ലുന്നത്, മാഷാ അല്ലാഹു വശിഅത അല്ലാഹും, അതേപോലെ നിങ്ങളും ഉദ്ദേശിച്ചാൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളട്ടെ കേൾക്കറിയ മനുഷ്യ, അജഅൽതനി വല്ലാഹി അദ്ല, അജഅൽതനി വല്ലാഹി ലില്ലാഹി അദ്ല, നീന് നന്നെ അല്ലാഹുവിനോട് സമമാക്കിയോ, നന്നെ നീ അല്ലാഹുവിനോട് തുല്യമാക്കിയോ? ഖുൽ മാഷാ അല്ലാഹു വഹദാ, ഖുൽ മാഷാ അല്ലാഹു വഹദാ, നീ ചൊല്ലേണ്ടത് ഇങ്ങനെയാണ്, മാഷാ അല്ലാഹു വഹദാ, അല്ലാഹു മാത്രം ഉദ്ദേശിച്ചാൽ, അല്ലാഹ് മാത്രം വേണ്ടുക വെച്ചാൽ. നോക്കണം, അത്രത്തോളം തൗഹീദിന്റെ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ചു. ഇത് ചെറിയ കാര്യമല്ല, നിസ്സാരമായ കാര്യമല്ല. ഇനി നമുക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിലേക്ക് ഒന്ന് വന്ന് നോക്കാം അല്ലേ? വഫാത്തിന്റെ അവസാനത്തെ സമയം നിങ്ങൾക്കൊക്കെ അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ വീട്ടിലാണല്ലോ അവസാന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിയുന്നത്. ആയിഷ ബീവിയുടെ വീട്ടിലാണ് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 11ാമത്തെ വർഷം ഒരു തിങ്കളാഴ്ച ദിവസം റബീഉൽ അവ്വൽ 12-ന് പൂർവാഹന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് വഫാത്താകുന്നു, വിട പറയുന്നു. ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ആയിഷയോട് പറയുന്നുണ്ട് റസൂലുള്ളാഹ്. ആയിഷ ആ മരണവെപ്രാളത്തിന്റെ സന്ദർഭത്തിൽ പറയുന്നു, നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം എന്ന് ആയിഷയോട്. ആയിഷ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതല്ല, ഇനി അല്ലാഹുവിന്റെ ദീന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി കൊടുത്ത കാര്യം ആയിഷ റളിയല്ലാഹു അൻഹയാണ് ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പാട്ടി കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഒരുപാട് സഹാബത്തിന്റെ ഗുരുനാഥയാണ്, ഉസ്താദാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷയുടെ മടിയിൽ തലചായിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം, നിസ്കാരത്തിന്റെ കാര്യം, അതേപോലെ തന്നെ അടിമകളുടെ കാര്യം, പാവങ്ങളുടെ കാര്യം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കുണ്ട്, ആയിഷ ജൂത ക്രിസ്ത്യാനികൾക്കൊരു തകരാറുണ്ട് ആയിഷ, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. അവസാന സമയത്താണ് ഇത്തരം വാക്കുകൾ പറയുന്നത്, മനസ്സിലാക്കണം. യഹൂദ ക്രിസ്ത്യാനികൾക്കൊരു തകരാറുണ്ട് ആയിഷ. എന്തിനേട്ട് ചൊന്നെങ്കിൽ, അതായത് ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ, അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ അവർ ആരാധനാലയമാക്കി, സുജൂദിന്റെ ഇടങ്ങളാക്കി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഹും ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അവർ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നീചരാണ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ കെട്ടവരാണ്. ആര് ഖബറിങ്ങനെ കെട്ടിപ്പൊന്തിക്കുന്നുവോ, ആര് ആ ഖബറിൽ പച്ചപ്പുതപ്പ് പുതപ്പിക്കുന്നുവോ, ആര് ആ ഖബറാളികളോട് പ്രാർത്ഥിക്കുന്നുവോ, ആര് ആ ഖബറിന്റെ മുന്നിൽ തലകുനിച്ച് സുജൂദ് ചെയ്യുന്നുവോ, അവരാരാണ്? അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നത് ആരാണ്? ഉലൈക ഹും ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും മോശപ്പെട്ടവരവരാണ്. നായയേക്കാൾ മോശപ്പെട്ടവരവരാണ്, കഴുതയേക്കാൾ കത്തയേക്കാൾ മോശപ്പെട്ടവരവരാണ്, പന്നിയേക്കാൾ മോശപ്പെട്ടവരവരാണ്. ഉലൈക ഹും ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ അത്രക്കും മോശപ്പെട്ടവരാണ്, അത്രക്കും കെട്ട വിഭാഗമാണ് എന്നൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിങ്കളാഴ്ച പ്രഭാതത്തിൽ അല്പം ഉഷാറാകുന്നു, അല്പം ഉന്മേഷം വരുന്നു. അങ്ങനെ അവിടെയുള്ള ആ കാക്കിവാതിലിന്റെ അടുക്കലേക്ക്, അവിടെയുള്ള ആ കിളിവാതിലിന്റെ അടുക്കലേക്ക് റസൂൽ പോയി നോക്കുന്നു. പള്ളി കാണുന്നു. അവിടെ മഹാനായ സിദ്ദീഖുൽ അക്ബറിന്റെ നേതൃത്വത്തിൽ എല്ലാ സഹാബികൾ ഒട്ടുമിക്ക ആളുകളും ആ സിദ്ദീഖുൽ അക്ബറിന്റെ പിന്നിൽ അണിനിരന്ന് ഇമാമും ജമാഅത്തായി നിസ്കാരം നിർവഹിക്കുന്നത് കാണുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു, നിർവൃതി അടയുന്നു. സഹാബത്തുൽ കിറാമിന്റെ നിസ്കാരം വസ്വാസായി പോയി, പലരുടെയും നിസ്കാരം വസ്വാസായി പോയി. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കാണുന്നു, ചിരിക്കുന്നവരോട്. എന്ന് മാത്രമല്ല, സഹാബത്ത് മനസ്സിലാക്കി, അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ രോഗം ഭേദമായി. പക്ഷേ രോഗം ഭേദമായതല്ല, അല്ലാഹു അവസാന നിമിഷം ഒന്ന് കാണാനുള്ള ഒരു അവസരം കൊടുത്തതാണ്. അത് കഴിഞ്ഞ് ഏതാനും കഴിയുമ്പോഴേക്ക് അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്നു. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുയുടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഒരു കൃഷി സ്ഥലമുണ്ട്, സുൻഹ എന്ന് പറയുന്ന സ്ഥലം. അവിടത്തേക്ക് അദ്ദേഹം പോയിരുന്നു. റസൂലിന്റെ വഫാത്ത് അറിഞ്ഞപ്പോൾ വേഗം കുതിരയിലൂടെ ഓടി വേഗം വരികയാണ്. റസൂലുള്ളാഹിന്റെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ
വീട്ടിലേക്ക് എത്തുകയാണ്. നോക്കുമ്പോൾ ഓകെ കോലാഹലമാണ്. ആ സംഭവം നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ ആവർത്തിക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. അവിടെ ഉണ്ടായ സംഭവം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായ സംഭവം റളിയല്ലാഹു അൻഹു ഒക്കെ, ആരെങ്കിലും റസൂൽ മരിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ കാല് ഞാൻ തച്ചൊടിക്കും. അള്ളാഹുവിന്റെ റസൂൽ മരിച്ചിട്ടില്ല. മൂസ നബി തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയത് അള്ളാഹിന്റെ അടുക്കൽ പോയതുപോലെ അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെ അള്ളാഹിന്റെ അടുക്കൽ പോയതാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വരും എന്നൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതൊക്കെ സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് പറഞ്ഞതാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കടക്കുകയാണ്. ആരോടും സംസാരിക്കുന്നില്ല. അള്ളാഹിന്റെ റസൂലിനെ പുതപ്പ് കൊണ്ട് ഇങ്ങനെ മൂടിയിരിക്കുകയാണ്. ആ പുതപ്പ് അങ്ങനെ എടുത്തും കൊണ്ട് മഹാനായ സിദ്ദീഖുൽ അക്ബർ അവിടെ നിന്ന് വാരി പുണർന്നു ചുംബനം കൊടുക്കുകയാണ്. അള്ളാഹിന്റെ റസൂലിന്റെ നെറ്റിത്തടത്തിലേക്ക് ഒരു ചുംബനം കൊടുത്തിട്ട് അവിടെ നിന്ന് കരഞ്ഞും കൊണ്ട് മഹാനായ സിദ്ദീഖുൽ അക്ബർ പറയുന്ന ഒരു വാക്കുണ്ട്, വല്ലാഹി ലാ യജ്മഉല്ലാഹു അലൈക മൗതതൈനി അമ്മൽ മൗതതല്ലതി അലൈക ഖദ് മുത്തഹാ. ഇമാം ബുഖാരിയുടെ ഹദീസാണ്. ഓ പ്രവാചകരെ, എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, റസൂൽ താനെ കേൾപ്പിക്കാൻ വേണ്ടിയല്ല. ആ സന്ദർഭം സാഹചര്യം അങ്ങനെയാണ്. അല്ലാഹു നിങ്ങൾക്ക് 2 മരണം നിശ്ചയിച്ചിട്ടില്ല. അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച ആ മരണം ഫഖദ് മുത്തഹാ, നിങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് റസൂൽ മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഉമറിന്റെ അടുക്കലേക്ക് വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിടെ വല്ലാതെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകളെ. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇജ്ലിസ്, നീ അവിടെ ഇരിക്കൂ ഉമർ. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഇരിക്കുന്നുണ്ടോ? ഇല്ല, ഇരിക്കുന്നില്ല. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടെ ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടുന്ന് ജനങ്ങളോട് ഒരു ലഘുവായ ഒരു പ്രഭാഷണം നടത്തുകയാണ്. അല്ലാഹുവിനെ സ്തുതിച്ചും കൊണ്ട് അവിടുന്ന് പറയുന്നുണ്ട്. നോക്കണം ആ വാക്ക്, ഫഇന്നഹു മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ആ ജനങ്ങളോടെല്ലാം പറയുകയാണ്, ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുവരെ മുഹമ്മദിനെയാണ് ആരാധിച്ചിട്ടുണ്ടെങ്കിൽ, അതാ മുഹമ്മദ് മരിച്ചിരിക്കുന്നു. ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കട്ടെ, അല്ലാഹു ഹയ്യുൻ ലാ യമൂത്, എന്നൊന്നും ജീവിക്കുന്നവന് മരണമില്ല എന്ന ഈ ആയത്ത് എന്ന ഈ കാര്യം പറഞ്ഞിട്ട് റസൂൽ മഹാനായ ഉമർ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത്, ആലി ഇംറാനിലെ ഈ ആയത്ത് അവിടെ ഓതി കേൾപ്പിക്കുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ ഒരു റസൂല് മാത്രമാണ്. ആ റസൂല് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് പിന്തിരിയുകയാണോ എന്ന ഖുർആനിൻ്റെ വചനം ഓതി കേൾപ്പിക്കുമ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ കാര്യം മനസ്സിലായി. ഉമർ റളിയല്ലാഹുവിനെ മനസ്സിലാക്കി, അള്ളാഹുവിൻ്റെ റസൂൽ മരണപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ ഞാൻ മനസ്സിലാക്കി തരുന്നത് നോക്കണം, അവിടെ ഉപയോഗിച്ച വാക്ക് മുഹമ്മദിനെ ആരെങ്കിലും ആരാധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം. ആ വാക്കിന്റെ പ്രയോഗം നിങ്ങൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്നേഹിക്കുന്നതിനേക്കാൾ എനിക്ക് സ്നേഹമുണ്ട് എന്ന് ഒരു ഉസ്താദിന് ഇവിടെ പറയാൻ സാധിക്കുമോ? ഏതെങ്കിലും ഒരു ബരേൽവി നേതാവിന് പറയാൻ സാധിക്കുമോ? ഏതെങ്കിലും ഒരു സൂഫി വര്യന് പറയാൻ സാധിക്കുമോ? ഉമർ റളിയല്ലാഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്കാളും ചെമ്മ സ്നേഹം നക്കൊണ്ടിട്ട് ആർക്കും പറയാൻ സാധിക്കൂല. അങ്ങനെയുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു വൈറ്റിക്കറ ഈ വാക്ക് ചൊല്ലുന്നത് എന്തിനെ? മുഹമ്മദിനെ ആരെങ്കിലും ഇബാദത്തെടുത്തിട്ടുണ്ടെങ്കിൽ. കാരണം അവിടെ ആവശ്യമാണ് അങ്ങനെ ചൊല്ലണോ, പിടിയായിട്ടല്ലേ? കാരണം അവരുടെ വായിൽ നിന്നിട്ട് അത്രക്കും ശ്രദ്ധയോടു കൂടിയാണ്. അവർക്കറിയാം അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹം ചെന്നെങ്കിൽ അത് വളരെ വ്യക്തമായ നിലക്കുള്ള ഒരു കൃത്യമായ നിലക്കുള്ള രൂപരേഖകളുണ്ട്. പ്രിയമുള്ളവരെ, അതിരുവരമ്പുകളുണ്ട്, മിത്തികളുണ്ട്, മേരകളുണ്ട്. അള്ളാഹു റസൂലിനെ സ്നേഹിക്കതുക അത് അള്ളാഹു റസൂൽ പഠിപ്പാട്ടി കൊടുത്തത് അതിൽ നിന്നിട്ട് അല്പം പോലും ഓർത്തിട്ടുകയില്ല. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നാം മനസ്സിലാക്കുക, ഈ മാസം കൊണ്ട് ചൊല്ലുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ ഈ ലോകത്തോട് വേർപിരിഞ്ഞ മാസമാണ്. ഇതിൽ നമുക്കൊരുപാട് പാഠം ഉൾക്കൊള്ളാനുണ്ട്. അള്ളാഹുവിൻ്റെ ആ പ്രവാചകൻ്റെ കൂടെ നാളെ പരലോകത്ത് സ്വർഗ്ഗപൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടണകോ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ فاستغفروه إنه هو الغفور الرحيم.
അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഇമാമിനാ വഖുദ്വത്തിനാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. ما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് നടന്ന ഈ മാസം വളരെ പ്രാധാന്യത്തോടു കൂടി ഈ കാര്യം നാം ജനങ്ങളെ അറിയിച്ചു കൊടുക്കുകയാണ്. എല്ലാ കൊല്ലവും ചില ആൾക്കെങ്കിലും സംശയമുണ്ടാകും, എന്തൊക്കെ എപ്പോഴും ഇങ്ങനെ റസൂലുള്ളാഹിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന വിഷയത്തിൽ ഇത്രമാത്രം ചൊല്ലേണ്ട ആവശ്യം എന്തിനെ ഉണ്ടോ എന്നൊക്കെ ചില ആളുകളൊക്കെ സംശയിക്കും. പ്രിയമുള്ളവരെ, ഉണ്ട്, ഒരുപാട് മാറ്റങ്ങളുണ്ടാകുന്നുണ്ട്. സമസ്തക്കാരുടെ ഇടയിൽ തന്നെ മാറ്റമുണ്ടായിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, സമസ്തയിലെ വലിയ ഒരു പണ്ഡിതനായിട്ട് ഇക്കരെ അബ്ദുറഹ്മാൻ സഖാഫി എന്ന് ചൊല്ലൊരാള് ഈ അടുത്ത കാലത്ത് പ്രസംഗിച്ചത് നോക്കോറു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനോട്ട് ചൊന്തോ റോഡുകൾ ബ്ലോക്ക് ആക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണക്ക് തീരാത് പാടില്ല. ശരീഅത്തിന് എതിരായ യാതൊരു കാര്യം ഇവിടെ ഉണ്ടാവണക്ക് തീരാ. പ്രിയമുള്ളവരെ, സലഫികളും പറഞ്ഞുകൊണ്ടുള്ളത് തന്നെയായിരുന്നു, ഇന്നും എന്നും പറയുന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനം എന്ന് പറഞ്ഞുകൊണ്ട് വഴിയിലുള്ള തടസ്സം നീക്കൽ സദഖയാണ്, ധർമ്മമാണ് എന്ന് പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങൾക്ക് എതിരായി കൊണ്ട് പ്രവാചകന്റെ ജന്മദിനത്തിൻ്റെ പേരിൽ റോഡ് ബ്ലോക്ക് ചെയ്യുക, അതേപോലെ തന്നെ ആളുകൾക്ക് ഇങ്ങനെ പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. റസൂൽ മുഹമ്മദിൻ്റെ ഒരു ജന്മദിനത്തിൽ ഞങ്ങൾക്ക് റോട്ടിലൂടെ നടക്കണമെങ്കിൽ പോലും പറ്റാത്ത ഒരവസ്ഥ വന്നല്ലേ, ഒന്ന് വാഹനത്തിലൂടെ പോകണമെങ്കിൽ പറ്റാത്ത ഒരവസ്ഥ വന്നല്ലേ എന്ന ആളുമാർക്ക് പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അത് വലിയ ഒരു തെറ്റാണ്, അബദ്ധമാണ്. അത് ഞങ്ങൾ കാരണക്കാരാകുമെന്ന് ആരാണ് ചൊന്നത്? അബ്ദുറഹ്മാൻ സഖാഫിയാണ്. മനസ്സിലാക്കണം, അത്രയെങ്കിലും അയാൾ ചൊന്നല്ലേ വലിയ കാര്യമാണ്. അങ്ങനെ ആളുമാരൊക്കെ ശരിയായ ഹക്ക് മനസ്സിലാക്കുന്നു, ശരിയായ ദീന് മനസ്സിലാക്കുന്നു. അവരുടെ ആ പാളയത്തിൽ നിന്ന് വലിയ വലിയ പണ്ഡിതന്മാർ ഇങ്ങോട്ട് വരുന്നു, ശരിയായ തൗഹീദിലേക്ക് വരുന്നു. ഇത് കാണുമ്പോൾ സഹിക്കാൻ കഴിയാതെ ആകുമ്പോൾ അപ്പോൾ ഒരു തന്ത്രം, മനസ്സിലായില്ലേ, അപ്പോൾ ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ് ആളുമാർ ഇങ്ങോട്ട് വരുമ്പോൾ. എന്തിനാണ്? അതാണ് ബരേൽവി നേതാവ് എ.പി. അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം കൊണ്ട് ചൊല്ലൊരാൾ ഈ അടുത്ത കാലത്ത് ചൊന്നത്, സലഫിമാർ മുസ്ലിമീങ്ങളല്ല. എന്തേ? സലഫിമാറും ജമാഅത്ത് ഇസ്ലാമിക്കാരും മുസ്ലിമീങ്ങളല്ല, അങ്ങ് കാഫിറുകളാണ്. ഇവിടെ എത്തില്ലേ? എവിടെ എത്തി? കാരണം എന്താണ്? ജനങ്ങളെ ശ്രദ്ധ തിരിക്കലാണ്. ആളുകളൊക്കെ ഇങ്ങനെ ഹക്ക് മനസ്സിലാക്കി ഇങ്ങോട്ട് വരുന്നുണ്ട് തൗഹീദിന്റെ മാർഗത്തിലേക്ക്. അപ്പൊ എങ്ങനെ അതിൽ നിന്നിട്ട് ഒരു ജനങ്ങളെ ശ്രദ്ധ തിരിക്കും? അപ്പൊ പറഞ്ഞതാണ്, ഈ അടുത്ത കാലത്ത് പറഞ്ഞതാണ്. എന്തെന്ന്? അതിനൊക്കെ ചെറിയ മാറ്റം വരുത്തി എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും അയാൾ പറഞ്ഞ വാക്ക്, സലഫികൾ മുസ്ലിമീങ്ങളല്ല, അവർ കാഫിറുകളാണ്. ആരാണ് ഈ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം. ഇതേ ഈ മനുഷ്യനും ഇദ്ദേഹത്തിന്റെ ആളുകളും ഇദ്ദേഹത്തിന്റെ ചെറിയ നേതാക്കളൊക്കെ സൗദി അറേബ്യയിലേക്ക് പോയാൽ അവിടെയുള്ള മസ്ജിദുൽ ഹറാമിൽ ഇമാമ നിൽക്കുന്ന അബ്ദുറഹ്മാൻ സുദൈസിന്റെ കൂടെ ഇരിക്കുന്നതും അതേപോലെ കൈ കൊടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും ഇതേ ആളുകൾ തന്നെയാണ്. മനസ്സിലാക്കണം, സലഫി പണ്ഡിതനായ, സൗദി അറേബ്യയിലെ സലഫി പണ്ഡിതനായ അബ്ദുറഹ്മാൻ സുദൈസിന്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ നമുക്ക് കാണാം. ഈ കാഫിറാണ് ഇവിടെ വന്നിട്ട് പറയുന്നതാണ്, കേരളത്തിൽ വന്ന് പറയുന്നത് കാഫിറാണ് സലഫികൾ എന്നാണ്. എന്നിട്ട് സൗദി അറേബ്യയിലേക്ക് പോയാൽ അവിടെയുള്ള സലഫി പണ്ഡിതന്മാരുടെ കൂടെ ഇരിക്കുന്നതും അവർക്ക് കൈ കൊടുക്കുന്നതും അതേപോലെ അവരുടെ കൂടെ ഇമാം ജമാഅത്തിൽ ഇമാമുമായി നമസ്കരിക്കുന്നതും ഒക്കെ ചെയ്യുന്ന ഇവർ ഇവിടെ എത്തിയാൽ പറയുന്നത് എന്താണ്? ഇവർ കാഫിറാണ്. അതേപോലെ തന്നെ മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്, തൗഹീദിയുടെ മുന്നണി പോരാളിയായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ സംബന്ധിച്ച് ഇവർ പറയുന്നത് എന്താണ്? ഒരുപാട് മുസ്ലിമീങ്ങളെ കൊലപ്പെടുത്തിയ കൊലയാളി എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ ആ മനുഷ്യൻ ഈ അടുത്ത കാലത്ത് പോയിട്ട് സൗദി അറേബ്യയിലേക്ക് പോയി. അവിടെയുള്ള ഗ്രാൻഡ് മുഫ്തിയായ അതേ ആ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കുടുംബത്തിൽപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ അസീസിന്റെ കൂടെ ഇരുന്നതും അതേപോലെ തന്നെ ഫോട്ടോ എടുത്തത് നമ്മൾ കാണുന്നുണ്ട്.
പ്രിയമുള്ള സഹോദരങ്ങൾ, ഇതിൻ്റെ പേരാണ് എന്താണ്? ഉളുപ്പില്ലാത്തത്. കാപ്പഡ്യം. ഇത് നിഫാക്കല്ലേ, കാപ്പഡ്യമല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കി അല്ലേ? ഇവിടെ പറയുന്നു കാഫിര്യങ്ങളാണ് എന്ന്, അവിടെ പോയിട്ട് സലഫി പണ്ഡിതന്മാരോട് കൂടെ ഇരിക്കുന്നു, അവർക്ക് കൈ കൊടുക്കുന്നു, അവർക്ക് സലാം പറയുന്നു. ഇതാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ആ വാക്ക്. എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്? ആയിഷ ബിബിയുടെ അവസാന സമയത്ത്, ആയിഷ, ഖബറുകൾ കെട്ടിപ്പൊക്കുന്നവർ, ആ ഖബറിന് പച്ചപ്പുതപ്പ് പുതപ്പിക്കുന്നവർ, ആ ഖബറിന്റെ അടുക്കൽ ആരാധനാലയം ഉണ്ടാക്കുന്നവർ, അതേപോലെ തന്നെ അതിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവർ ആരാണെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത്. അവിടെ അവർ അള്ളാഹുവിന്റെ അടുക്കൽ കെട്ട ജീവികളാണ്. അതാണ്, ഈ കെട്ട ജീവികളാണ് ഇവർ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. ഇത് കാപ്പഡ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊക്കെ നാം തിരിച്ചറിഞ്ഞും കൊണ്ട് ഈ തൗഹീദിൽ, അള്ളാഹുവിൻ്റെ ദീനിൽ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അവസാന നിമിഷം വരെ അടിയുറച്ച് വിശ്വസിച്ചും കൊണ്ട് അതിൽ നിലനിൽക്കുവാനായി അള്ളാഹുവോട് സദാനേരവും നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനെ വഴിതെറ്റിച്ച് കളയാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശാശ്വതമായ നിലക്ക് നിലനിർത്തിയും കൊണ്ട് അവസാനം റബ്ബ് സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന അവസ്ഥയിൽ ഈ ദുനിയാവിൽ നിന്നിട്ട് യാത്ര പറഞ്ഞും കൊണ്ട് നാളെ പരലോകത്ത് അവന്റെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ഹബീബായ റസൂലിന്റെ കൂടെ ഒരുമിച്ച് കൂടുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് വെള്ളിയാഴ്ച നിങ്ങൾക്ക് അറിയാം നമ്മുടെ പള്ളിയുടെ കലക്ഷൻ. എല്ലാ വെള്ളിയാഴ്ചയും നാം പറയുന്നത് ഒരുപാട് സാമ്പത്തികമായ ബാധ്യതകൾ ഈ പള്ളിക്കുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? ഒരുപാട് അധ്യാപകന്മാർ, അതേപോലെ തന്നെ മുഅദ്ദിൻ, ഇങ്ങനെ പള്ളിയുടെ പരിപാലനം ഒരുപാട് ആവശ്യമാണ്. ഇതിനൊക്കെ തുക മതിയാകുന്നില്ല. അതുകൊണ്ട് ഓരോരുത്തരും നിങ്ങളുടെ കയ്യിലുള്ളത് ഉദാരമായ നിലയ്ക്ക് നിങ്ങൾ ധാരാളമായി സംഭാവന ചെയ്യണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അതേപോലെ നാളത്തെ പെണ്ണുങ്ങൾക്കുള്ള ദഅവാ ക്ലാസ് വൈകുന്നേരം ഇവിടെ മദ്രസയിൽ വെച്ച്, ദാറുൽ ഖൈർ മദ്രസയിൽ വെച്ച് ഇവിടെ നടക്കുന്നു. എല്ലാവരും, എല്ലാ സ്ത്രീകളും അതിൽ ഭാഗവാക്കാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നന്മകൾ ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു അതിനെ ഖബൂലാക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.